ഹലോ, കഴിഞ്ഞ ദിവസം പോൾ ഇട്ടതുപോലെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആൻഡ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഡെർമാക്കോയുടെ നയാസെറമൈഡ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇൻസൈറ്റിൻ്റെ ഒരു പ്രൈമറാണ്. പിന്നെ ഇതൊരു പ്രൊഫഷണൽ മേക്കപ്പ് വീഡിയോ അല്ല, ഞാൻ എൻ്റേതായ രീതിയിൽ എനിക്ക് ഓക്കെയാന്ന് തോന്നിയ ഒരു മേക്കപ്പ് ലുക്കാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് ഇൻസൈറ്റിൻ്റെ തന്നെ കളർ കറക്റ്ററാണ് ഇവിടെ എടുക്കുന്നത്. അതിൻ്റെ ഓറഞ്ച് ഷെയ്ഡാണ് ഡാർക്ക് സർക്കിൾസ് ഹൈഡ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യാറ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മാർസിൻ്റെ കൺസീലർ യൂസ് ചെയ്തു. അത് 7 എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. ഫൗണ്ടേഷനിൽ ഷുഗർ പോപ്പിൻ്റെ പീനട്ട് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഞാനിവിടെ എടുക്കുന്നത്. ആൻഡ് അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഫൗണ്ടേഷൻ ഇട്ടു. ദെൻ എർത്ത് റിതമിൻ്റെ ചെറി എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഞാൻ ബ്ലഷിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിങ്ങനെ 3 ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ദെൻ NYBയുടെ സ്ട്രോബ് ക്രീം എടുത്തിട്ട് അത് അതിൻ്റെ മിഡിലായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഹൈലൈറ്റ് ചെയ്യേണ്ട ഏത് പോയിൻറ്റ്സിലും ഇത് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫേസസ് കാനഡയുടെ 02 എന്ന് പറഞ്ഞ കോമ്പാക്റ്റാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പോവാണ്. അപ്പം ഇതെനിക്ക് തോന്നുന്നു എല്ലാ ഫാൻസീസിലും അവൈലബിൾ ആയിരിക്കും. ഞാനിത് ഓൺലൈനിലല്ല വാങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐ ഷാഡോ ഇടാൻ പോവാണ്. ഇത് ഇൻസൈറ്റിൻ്റെ കോപ്പറേറ്റ് കാം എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇതിൽ ഡാർക്കർ ഷെയ്ഡ് ഔട്ടർ കോർണറിലും ലൈറ്റർ ഷെയ്ഡ് ഇന്നർ കോർണറിലും സെൻറ്ററിലായിട്ട് ഗ്ലിറ്ററുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഐലൈനർ ഇടുന്ന ഭാഗത്തൂടെ ചെറുതായിട്ടൊന്ന് ഗ്ലിറ്റർ യൂസ് ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇൻസൈറ്റിൻ്റെ ഐലൈനർ അതുപോലെ മാർസിൻ്റെ മസ്കാര, ഇത് രണ്ടുമാണ് ഞാൻ യൂസ് ചെയ്തത്. അങ്ങനെ ഐ മേക്കപ്പ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്പ് ലൈനർ വെച്ച് ലിപ്പ് ലൈൻ ചെയ്തു. ദെൻ റെനയുടെ ആലിസ് എന്ന് പറഞ്ഞ ഷെയ്ഡിലുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്തത് ഇവിടെ. ഇതിനൊരു ഗ്ലോയി എഫക്റ്റ് ഉണ്ട് ഈ ലിപ്സ്റ്റിക്കിന്. അപ്പോൾ ഇത്രയായിരുന്നു ഞാൻ അന്ന് ചെയ്ത മേക്കപ്പ് ലുക്ക്. പിന്നെ ഇതൊരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ ഓക്കെ ആയിരിക്കില്ല. പക്ഷേ എനിക്ക് ഒരു ഡെയിലി അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ലൈറ്റായിട്ട് മേക്കപ്പ് ചെയ്യാൻ ഇതൊക്കെയാണ്. പിന്നെ ഞാനിതിൻ്റെ കൂടെ ഒരു പൊട്ടും കൂടി കൊടുക്കുകയാണ്. ഈ പൊട്ടില്ലാത്തൊരു കുറവ് വേണ്ട, അങ്ങനെ ഒരു പൊട്ടും കൂടി വെച്ചു. സോ മേക്കപ്പ് ലുക്ക് ഇവിടെ കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. ആൻഡ് ഹോപ്പ് യു all liked it. Bye.